കാസർഗോഡ് പടന്നയിലെ ശൈശവ വിവാഹത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മഹൽ സെക്രട്ടറിക്കെതിരെ അഴീക്കാൽ ജുമാ മസ്ജിദിലെ ഉസ്താദ് ഖതീബ് റഹമത്തുള്ള രംഗത്തെത്തി. സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതായി തെറ്റിദ്ധരിപ്പിച്ചാണ് ചടങ്ങുകൾ നടത്താൻ പ്രേരിപ്പിച്ചതെന്നാണ് വെളിപ്പെടുത്തൽ. താൻ നിക്കാഹ് ചടങ്ങ് നടത്തി കൊടുക്കുക മാത്രമാണ് ചെയ്തത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്നും അറിഞ്ഞിരുന്നെങ്കിൽ ചടങ്ങ് നടത്താൻ അനുവദിക്കില്ലെന്നായിരുന്നു ഉസ്താദ് പറഞ്ഞത്. ഇങ്ങനെ നിക്കാഹത്തെ പണിക്ക് ഇന്ന ദിവസം ടൈമിന് നിക്കാഹിനെന്ന് അറിയിക്കും. നമ്മൾ പോകും, നിക്കാഹ് ചെയ്യും, അവരൊക്കെ പോരും. നമ്മൾ വേറെ നമ്മൾ അറിയരുന്നില്ല. നമ്മളത് അറിയുന്ന ആൾക്കാരുടെ എല്ലാം അവരുടെ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് എത്തുന്നത്. പെണ്ണിന്റെ പ്രത്യേകത ഇപ്പോഴും എടുക്കാറ്, ചെക്കന്റെ പ്രത്യേകത എടുത്ത് പറ്റും. എപ്പോഴും ഈ സമയം വരെ എനിക്ക് അത് പരിചയം. പള്ളിക്കാൻ പറ്റി ഔദ്യോഗികമായിട്ട് സെക്രട്ടറി ആണല്ലോ നമ്മൾ അറിയിക്കല്. സാധാരണ അറിയിക്കും എല്ലാ ജമാഅത്തിന്റെ എല്ലാ മെമ്പർമാരും പറയുന്നില്ല. സാധാരണ നടക്കല്. ഇടുക്കി നെടുങ്കണ്ടത്ത് KV ബൈജു വിവരങ്ങളുമായി ചേരും. ബൈജു, ഇതിപ്പോൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നു, പ്രതികളുണ്ട്, ഈ ഉസ്താദിനെ അടക്കം ഈ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ പ്രായപൂർത്തിയായില്ല അറിയാതെയാണ് ഈ വിവാഹം നടത്തിയതെന്നുള്ള വിശദീകരണം, അത് തൃപ്തികരമാണോ? രഞ്ജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനം ഈ ശൈശവ വിവാഹം നടന്നിട്ടില്ല എന്ന് വാദിക്കാനായിരുന്നു ഈ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ ശ്രമിച്ചത്. അതിനെ പൊളിക്കുന്ന കൃത്യമായ വീഡിയോ, അതായത് ഈ ഉസ്താദിന്റെ കാർമ്മികത്വത്തിലാണ്, റഹ്മത്തുള്ള എന്ന് പറയുന്ന ഉസ്താദിന്റെ കാർമ്മികത്വത്തിലാണ് ഇത്തരത്തിൽ 16 വയസ്സുകാരിയെ 28-കാരൻ വിവാഹം ചെയ്യുന്നത്. അങ്ങനെ ഒരു വിവാഹം നടന്നതിന്റെ രേഖകൾ അവിടെയില്ല, CCTV ദൃശ്യങ്ങളില്ല, അതെല്ലാം നശിപ്പിക്കപ്പെട്ടിരുന്നു. അതിനിടയിലാണ് ഈ ഉസ്താദിന്റെ വെളിപ്പെടുത്തുന്നത്. അതായത് ചൈൽഡ് ലൈൻ പ്രവർത്തകരെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ചൈൽഡ് ലൈൻ പ്രവർത്തകർക്ക് മുന്നിലാണ് ഇത്തരത്തിൽ ജമാഅത്ത് സെക്രട്ടറി പറഞ്ഞു, അതുകൊണ്ട് താൻ ചെയ്തു എന്ന് കൃത്യമായി അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത്. PK താജുദ്ദീൻ എന്ന് പറയുന്ന ജമാഅത്ത് സെക്രട്ടറി, അതോടൊപ്പം പടന്ന പഞ്ചായത്ത് അംഗം കൂടിയാണ്, 13ാം വാർഡ് അംഗം കൂടിയാണ് PK താജുദ്ദീൻ. ഈ താജുദ്ദീന്റെ നിർദ്ദേശപ്രകാരം താൻ ഇങ്ങനെ ഒരു വിവാഹം ചെയ്തു കൊടുക്കുകയായിരുന്നു എന്ന് സമ്മതിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ 4 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വരൻ സാബിർ രാജ്യം വിട്ടത് കൊറിയയിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ഇയാളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. എന്തായാലും ഈ വധുവിന്റെ പിതാവ് ഉൾപ്പെടെയുള്ള 4 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഇങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ഒരു വിഭാഗം പള്ളി ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ രംഗത്ത് വന്നിരുന്നു. പക്ഷേ അത് കൃത്യമായി വിവാഹം നടന്നു എന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. അത് ഈ ഉസ്താദ് ഇത്തരത്തിൽ ഈ ശിശുക്ഷേമ പ്രവർത്തകർക്ക് വിവരിക്കുന്ന ആ ദൃശ്യമാണ്. ആ ദൃശ്യത്തിൽ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, താൻ ഇങ്ങനെ ഒരു വിവാഹം നടത്തി കൊടുത്തു, ജമാഅത്ത് സെക്രട്ടറി ഇത് പറഞ്ഞു, അപ്പോൾ താൻ അതിൽ ഈ ചെയ്തു കൊടുത്ത മാത്രമാണ് താൻ, ജമാഅത്ത് സെക്രട്ടറിയാണ് ഇതൊക്കെ പരിശോധിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഈ വധുവിന്റെ മഹൽ കമ്മിറ്റിക്കാർ പ്രായപൂർത്തിയാകാത്തതിനെ തുടർന്ന് അവിടെ ഈ ഒരു വിവാഹം നടത്താൻ സമ്മതിച്ചില്ല. പിന്നീട് വരന്റെ വീടിനടുത്തുള്ള അഴീക്കാൽ ജുമാ മസ്ജിദ് എന്ന് പറയുന്ന അവിടെ നിന്നാണ് ഇങ്ങനെ വിവാഹം നടത്തിയത്. മാത്രമല്ല ഇതിന് ശേഷം ഇവർ ഒരുമിച്ച് താമസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തണമെന്നൊരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതിനിടയിലാണ് ഇത് കൃത്യമായ തെളിവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.